യോശുവ ഇസ്രായേൽ ജനത്തെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഒരു ദിവസം അവരോട് പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾ ആരെ സേവിക്കും? ചോദിച്ചൊരു കാര്യം, നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തൊരു ദേശത്തെ അമോന്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് തിരഞ്ഞെടുത്തു കൊള്ളുക. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇസ്രായേൽ ജനത്തിനിടയിലെ വിശ്വാസത്യാഗത്തിൻ്റെ അവസ്ഥകൾ പല സന്ദർഭങ്ങൾ നമ്മൾ വായിച്ചിട്ടില്ലേ? പ്രസംഗങ്ങളിലൂടെ കേട്ടിട്ടില്ലേ? ദൈവം എത്ര അനുഗ്രഹിച്ചാലും എന്തെല്ലാം കൊടുത്താലും എങ്ങനെയൊക്കെ അവരുടെ ഇടയിൽ അത്ഭുതങ്ങൾ ചെയ്താലും യഥാർത്ഥമായും അവരുടെ ജീവിതത്തിൽ വെള്ളമോ ആഹാരമോ തക്ക സമയത്ത് കിട്ടിയില്ലെങ്കിൽ മോശയോടും അവനോടും പെറുവിറുക്കുന്ന ദൈവത്തോട് മത്സരിക്കുന്നൊരു ജനം. അവരെ സീനായി താഴ്വരയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇതാ അത്ഭുതങ്ങൾ, ദൈവം അവരുടെ മുമ്പിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് ഞാനാകുന്നെന്ന് വെളിപ്പെടുത്തിയിട്ട് സീനാന്മാരുടെ താഴ്വരയിൽ ഒരു ദിവസം അഹരോൻ മുഖാന്തരം കാളക്കുട്ടി ഉണ്ടാക്കി അതിനെ ആരാധിച്ചു. ഇങ്ങനെയുള്ള ഇസ്രായേൽ ജനത്തോടാ യോശുവ പറയുന്നേ, നിങ്ങൾ ആരെ സേവിക്കും? ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്, നിങ്ങൾ വഴിതെറ്റിപ്പോകും. സമയം വരുമ്പോൾ നിങ്ങൾ ദൈവത്തിന് അന്യപ്പെട്ടു പോകും. നിങ്ങൾ ദേശത്തിലെ ദേവന്മാരെ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുക. സമയമാകുമ്പോൾ അത് വെളിപ്പെടും, നിങ്ങളതിനെ സേവിക്കും. പക്ഷേ ഞങ്ങളങ്ങനല്ല. എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും ദൈവത്തിൻ്റെ പ്രമാണം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വഴിയെ ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ അവർ നിൽക്കത്തുള്ളൂ, പോകത്തുള്ളൂ. അവർ ദൈവത്തിൻ്റെ പ്രമാണം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകത്തില്ല. ഈ നിങ്ങളുടെ കൂട്ടത്തിലെ എന്തെല്ലാം തെറ്റായ നടപടികളും തെറ്റായ മനോഭാവങ്ങളും തെറ്റായ പ്രകൃതങ്ങളും എല്ലാം എന്തെല്ലാമാണെന്ന് പറഞ്ഞാലും എൻ്റെ മക്കൾ അതൊന്നും ശ്രദ്ധിക്കുകയോ അംഗീകരിക്കുകയോ അവരുടെ ഹൃദയത്തിലേക്ക് അത് സ്വീകരിക്കുകയോ ചെയ്യുകയില്ല. അവർ കണ്ടിട്ടുള്ളൊരു ജീവനുള്ള ദൈവമുണ്ട്. ആ ദൈവത്തെക്കുറിച്ച് അവർക്ക് ബോധമുണ്ട്. എനിക്ക് ബോധമുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ബോധമുണ്ട്, മക്കൾക്ക് ബോധമുണ്ട്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവമക്കളെ, കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? കൂടുമ്പോൾ ഇമ്പം എന്നാണ്. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? യോശുവയെ പോലെ ദൈവത്തെ ഓരോ ഹൃദയങ്ങളിൽ രക്ഷകനായി കാത്തു സൂക്ഷിച്ച്, ആ രക്ഷകനല്ലാതെ മറ്റൊന്ന് ഹൃദയത്തിലില്ലാതെ യേശു എന്ന രക്ഷകൻ മാത്രം ഹൃദയത്തിൽ ഉണ്ടായി നിലനിന്ന് വസിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവർക്ക് യഥാർത്ഥമായി കൂടുമ്പോൾ സന്തോഷം, സമാധാനം, കൂടുമ്പോൾ ആശ്വാസം, ധൈര്യം, ആത്മീയമായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ഇതെല്ലാം അനുഭവിക്കാൻ കഴിയും. കൂടുമ്പോൾ ഇമ്പം. അതെ, നമ്മുടെ ഉൽപ്പത്തിയിൽ വായിക്കുമ്പോൾ ദൈവം അതായത് ആദാമിനെയും ഹവ്വായും സൃഷ്ടിച്ചു കഴിഞ്ഞ് ഏദൻ തോട്ടത്തിലാക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഈ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം, പക്ഷേ ഒരു കാര്യം, ഈ തോട്ടത്തിലെ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത്. തിന്നാൽ നിങ്ങൾ മരിക്കും. ഈ തോട്ടത്തിൽ വേല ചെയ്താലും ഈ തോട്ടത്തെ കാപ്പാനും ഉള്ള ഉത്തരവാദിത്വം കൂടെ അവരെ ഏൽപ്പിച്ചിട്ട് ഹോവയായ ദൈവം അവരെ ജീവിപ്പാൻ അനുവദിച്ചങ്ങ് വിട്ടു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഈ ആദാം ഹവ്വായിൽ നിന്ന് എങ്ങോട്ടോ മാറിപ്പോയി. എന്തോ ആവശ്യമാണെന്നറിയത്തില്ല. ആ സമയത്തുണ്ട്
സാത്താൻ പിശാച് ഹവ്വായുടെ അടുക്കൽ വന്നു, പാമ്പായി. വെളിപ്പാട് പുസ്തകത്തിൽ പഴയ പാമ്പായ പിശാച് എന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കും. നമുക്ക് അവിടെ നടന്ന സംഭവമൊക്കെ അറിയാം. അവളെ പിശാച് ദൈവത്തെക്കുറിച്ച് സംശയിപ്പിച്ച ഫലം പറിച്ചു തിന്നുവാൻ ഇടയാക്കി. അവളും ആദാവിനെ എന്ത് ചെയ്തു? അവളുടെ സ്വാധീന വലയത്തിലാക്കി. ആ ഫലം അവനും പറിച്ചു തിന്നു. ഒടുവിനൊക്കെ സംഭവിച്ചറിയാം. ദൈവത്തിൻ്റെ സന്ദർശനത്തിങ്കൽ അവർ എന്ത് ചെയ്തു? ഏദൻ തോട്ടത്തിന് പുറത്തായി വിയർപ്പോടുകൂടെ ജോലി ചെയ്ത് പറ്റിച്ച് ജീവിക്കുവാൻ. പിന്നുള്ള കുടുംബജീവിതം എല്ലാ നിലയിലാണ് ഏദൻ തോട്ടത്തിന് വെളിയിൽ കാണാൻ കഴിയുന്നത്. നോക്കണം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രമാണമാണ് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ അടിത്തറ. ദൈവവുമായുള്ള കൂട്ടായ്മയാണ് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഇമ്പം, സന്തോഷം. ആ ദൈവത്തിൻ്റെതായ സാന്നിധ്യം വിട്ട്, സന്തോഷം വിട്ട്, ദൈവത്തിൻ്റെ പ്രമാണം വിട്ട് നാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ നമ്മുടെ കുടുംബജീവിതത്തിനകത്ത് വെളിപ്പെടേണ്ടതായ ദൈവ സാന്നിധ്യവും ദൈവകൃപയും നഷ്ടപ്പെട്ടു പോകും. നോഹ എന്ന് പറഞ്ഞ ഒരു ഭക്തനായ മനുഷ്യൻ, അവൻ്റെ കുടുംബജീവിതം, അവന് ഭാര്യ, ആൺമക്കള്, അവരുടെ ഭാര്യമാർ, ആ കാലഘട്ടത്തിൽ അവരെ ഉള്ളായിരുന്നു ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിച്ച്. ആ കാലഘട്ടത്തിൽ അവിടെ അയൽവാസികളും ദേശവാസികളും എല്ലാം ദൈവത്തിന് കൊള്ളരുതാത്തവരും, മഹാപാപം ചെയ്യുന്നവരും, നാനാമോഹങ്ങൾക്ക് അധീനരും ആയി അവരുടെ പാപത്തിൻ്റെ നിലവിളി സ്വർഗത്തോളം എത്തിയെന്നാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ അവരുടെ യാതൊരു പാപങ്ങളും പാപവഴികളും ഒന്നും ആ തലമുറ പകർത്തിയില്ല. അവരുടെ വേഷം, അവരുടെ ഭാഷ, അവരുടെ സംസ്കാരം, അവരുടെ പെരുമാറ്റം, അവരുടെ പ്രവൃത്തി ഒന്നും പകർത്തിയില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ദൈവമക്കൾ എന്ന് പറയുന്നവര് ആര്യം പാട്ടും പ്രാർത്ഥനയും ആരാധനയൊക്കെ ഉണ്ട്. പക്ഷേ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന സമൂഹത്തിലുള്ള മാറ്റങ്ങൾക്ക്, അല്ലെങ്കിൽ മാറ്റങ്ങളിൽ വേഷത്തിലും ഭാഷയിലും പലതിലും ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ ദൈവജനമെന്ന് പറയുന്നവരൊക്കെ അതിലാകൃഷ്ടരായി അതിലായിത്തീർന്നിരിക്കുന്ന കാര്യങ്ങളല്ലേ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നേ. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത്, അപ്പോസ്തലൻ പൗലോസ് കുടുംബജീവിതത്തിനെ കുറിച്ച് പറയുമ്പം മാതാപിതാക്കൾ എങ്ങനായിരിക്കണം, മാതാപിതാക്കൾ മക്കളോട് എങ്ങനായിരിക്കണം, മക്കൾ മാതാപിതാക്കളുള്ള ബന്ധത്തിൽ എങ്ങനെ ആയിരിക്കണം, ഭാര്യ ഭർത്താവിനോട് എങ്ങനെ ആയിരിക്കണം, ഭർത്താവ് ഭാര്യയോട് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പൗലോസ് അപ്പോസ്തലൻ മുഖാന്തരം കൽപ്പന തരുന്നുണ്ട്. അവ വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിൽ ആ കൽപ്പനയ്ക്കും പ്രമാണത്തിനും എത്ര പേർ പ്രാധാന്യം കൊടുക്കാറുണ്ട്, എത്ര പേർ അംഗീകാരം കൊടുക്കാറുണ്ട്. ഇന്നത്തെ വിവാഹമോചനം പെന്തക്കോസ്തുകാർക്കിടയിൽ തന്നെ എത്രമാത്രം ഉണ്ട് ഇല്ലേ? ഇന്ന് പെന്തക്കോസ്തുകാർക്കിടയിൽ വിവാഹം കഴിക്കാതെ നിൽക്കുന്ന, എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വിവാഹം കഴിക്കണ്ട എന്നുള്ള മനോബോധത്തോടെ പോകുന്ന, അത് പെൺകുട്ടികളിൽ തന്നെ, യുവതികളിൽ തന്നെ ഉള്ളവരുടെ അംഗസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഏദൻ തോട്ടത്തിൽ വിഭാവനം ചെയ്ത ഒന്നാണ് കുടുംബജീവിതം.
ദൈവത്തിൻ്റേതായ വിഭാവനത്തിൽപ്പെട്ട തിരുഹൃദയത്തിൽ താൻ മെനഞ്ഞുണ്ടാക്കിയ ഒരു ഒരു വലിയ കാഴ്ചപ്പാടാണ് കുടുംബം. ആ കുടുംബത്തിൻ്റെ ലക്ഷ്യം ആദാഹവന്മാരോട് പറയുന്നതും നോഹയോടൊക്കെ പറയുന്നതെങ്കിൽ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ വർദ്ധിച്ചു പെരുകുവിൻ, ദൈവത്തിൻ്റെ ജനമുണ്ടാകുവാൻ. അബ്രഹാമിൻ്റെ വംശാവലി, അബ്രഹാമിൻ്റെ ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ 12 ഗോത്രങ്ങളുടെ പേര് പറഞ്ഞ് അതിൻ്റെ വംശാവലി ഇങ്ങോട്ട് പറയുമ്പോൾ എന്താ? ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ജനം, 12 ഗോത്രങ്ങളിൽ നിന്നുള്ള ജനിച്ചവർ, ഓരോ 1 by 1 ആയിട്ട് ഗോത്രം, അത് കഴിഞ്ഞ് കുടുംബം, കൊലം ഒക്കെ ഇങ്ങനെ പോവുക. എന്താ? ദൈവത്തിന് വേണ്ടി വേർപെട്ട് ഒരു കുലം, ഒരു ജാതി, ഒരു വംശം ദൈവം വിഭാവനം ചെയ്തിരിക്കുന്നു. ദൈവത്തിന് വേണ്ടിയുള്ള ആ ജാതി ജനത്തിന് ദൈവത്തിൻ്റെ ഭരണചക്രത്തിനകത്തെ കാര്യമാണ് ദൈവത്തിൻ്റെ പ്രമാണം. ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്ന പ്രമാണം, ലേവ്യ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പ്രമാണം, ആരാധനയുടെ പ്രമാണം, കുടുംബജീവിതത്തിൻ്റെ പ്രമാണം, വിശുദ്ധിയുടെ പ്രമാണം, വിവിധമാകുന്ന അശുദ്ധിയുടെ മുമ്പിൽ യഥാർത്ഥമായ വിശുദ്ധിയിൽ നിൽക്കുവാനുള്ള പ്രമാണം അല്ലേ? ഓർത്ത് നോക്കണം. നാം വഴിവിട്ടു പോകുവാനുള്ളവരല്ല. നമ്മൾ കൂടുമ്പോൾ ഇമ്പമാകത്തക്ക രീതിയിൽ ഓരോരുത്തരുടെയും കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. മാതാപിതാക്കളെ മക്കൾ നോക്കുമ്പോൾ അവർക്ക് അംഗീകരിക്കാൻ പാടില്ലാത്ത പലതും മാതാപിതാക്കളിൽ ഉണ്ടാകരുത്. മാതാപിതാക്കൾക്ക് അവർ പ്രായമാകുമ്പോൾ അവർക്കൊരു അനുഗ്രഹമാകണം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, മക്കളെ, നമ്മുടെ പോക്ക് എങ്ങോട്ടാണ്? നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട്? സമാധാനത്തിൻ്റെ അവസ്ഥയുണ്ട്? ഐക്യതയുടെ അവസ്ഥ എങ്ങനെയുണ്ട്? സ്നേഹത്തിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട്? പരസ്പര വിശ്വാസത്തിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട്? ശോധന ചെയ്യാം. നമ്മെ തന്നെ ശോധന ചെയ്ത് കർത്താവിൻ്റെ പുതിയ തീരുമാനമെടുത്ത് മുന്നേറാൻ ഒരു അനുഗ്രഹിക്കുക കുടുംബജീവിതത്തിനായിട്ട്. അതിനായിട്ട് ഏവരെയും കർത്താവിനെ അനുഗ്രഹിക്കട്ടെ.